എല്ലാവർക്കും SR കറി വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഭട്ടൂരയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ലവണ്ണം പൊള്ളി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ്, എണ്ണ ഒട്ടും തന്നെ ഇല്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പോൾ റെസിപ്പിയിലേക്ക് പോയാലോ? അതിനായി ഒരു ബൗളിലേക്ക് 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ റവയും ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പുളിക്കാത്ത തൈര് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 1 കപ്പ് നേരിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് കുറേശ്ശെ ഒഴിച്ച് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക. എത്രയും നന്നായി കുഴയ്ക്കുന്നോ അത്രയ്ക്കും ഭട്ടൂര സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇപ്പോൾ മാവ് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തടവി 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. അത് മുഴുവൻ മാവും ഞാൻ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കാം. കുറച്ച് പൊടി തടവി ചപ്പാത്തിനേക്കാൾ കുറച്ച് കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. ഈ ഒരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ. ഇപ്പം ഇത് മുഴുവൻ മാവും ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട് കൊടുത്ത് ഫ്രൈ ആക്കിയെടുക്കാം. ഇതിപ്പോൾ നല്ലവണ്ണം പൊള്ളി വന്നിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ കളറായി വരുമ്പോൾ കോരിയെടുക്കുക. ഞാൻ 2 രീതിയിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ട, നല്ലവണ്ണം പൊടി വന്നിട്ടുണ്ട്. മുഴുവനും ഇപ്പോൾ ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു.